പണ്ട് വള്ളി ടൗസറൊക്കെ ഇട്ട് വണ്ടി ചക്രം ഉരുത്തി നടന്നീനെ. ഇവനാണ് ഞങ്ങള് കാവത്ത് നിന്ന് ഓമന പേരിട്ട് വിളിക്കണ കാച്ചില്. ഇതുണ്ടല്ലോ എന്റെ സ്വന്തം അമ്മാന്റെ സ്വന്തം തോട്ടത്തിൽ പറന്ന കൂടപ്പറപ്പാണ് കേട്ടോ അവന്. ഇന്ന് ഇവനാണ് നമ്മളെ താരം. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ കുട്ടപ്പനായ നമ്മളെ കാച്ചിലിനെ വെട്ടി നുറുക്കി കട്ടപ്പയാക്കി എടുക്കണം. പിന്നെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് അനാവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇവനൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ അത് വെന്ത് വരുന്ന സമയം കൊണ്ടേ നമുക്ക് അതിലേക്കുള്ള ഒരു ചമ്മന്തി കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തുക്കണത് കുറച്ച് ചെറുവള്ളിയും പിന്നെ കുറച്ച് കാന്താരി കിട്ടണമെങ്കിൽ അതാണ് നല്ലത്. അതില്ലെങ്കിൽ ഇപ്പൊ പച്ചമുളകായാലും മതി. ഇടിച്ച് ചതച്ച് നമുക്ക് ഒരു ചമ്മന്തി കൂടി സെറ്റാക്കി എടുക്കാം. ആ സമയമായപ്പോഴത്തിന് നമ്മളെ കാച്ചിലും വെന്ത് വന്നിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ ആവി പറക്കണ കാച്ചിലിന്ന് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ എരിയുള്ള ആ ചമ്മന്തിയിൽ ഒന്ന് മുക്കിയിട്ട് വായ്ക്ക് ഇങ്ങോട്ട് വെക്കണം. ആ സമയത്ത് എരുവിന്റെ രുചി മുകുളങ്ങള് നാവില് തട്ടി വായിലൂടെ നീളങ്ങനെ പായും. ആ സമയത്താണ് നമ്മുടെ സമാധാന പ്രിയനായ സുലൈമാനിക്കയുടെ വരവ്. അപ്പം നമുക്കൊരു ഇച്ചിരി നൊസ്റ്റാൾജിയൊക്കെ കടന്നു വരും കേട്ടോ. പണ്ട് വള്ളി ടൗസറൊക്കെ ഇട്ട് വണ്ടി ചക്രം ഉരുത്തി നടന്നീനെ ആ ഒരു കാലം മുതലില്ലേ സകല കഥകളും മനസ്സിലിങ്ങനെ മിന്നി മായും.